പ്രവർത്തന മികവ് നേടാൻ അറിയേണ്ടത് വ്യക്തമായി അറിയണം. നമ്മൾ എന്താണ് ചെയ്യുവാൻ പോകുന്നത്, അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായി അറിയണം. എന്തിനും വളരെ കൃത്യമായുള്ള പ്ലാനിങ്ങും വ്യക്തമായ ഒരു ലക്ഷ്യവും ഇല്ല എങ്കിൽ ആ പരിശ്രമം വഴിതെറ്റും. ആദ്യമായി വേണ്ടത് കൃത്യമായ പ്ലാനിംഗ് ആണ്. പ്ലാനിങ്ങിൻ്റെ ഓരോ ഘട്ടവും വ്യക്തമായി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം, നിങ്ങളുടെ വിഭവങ്ങൾ, മുൻഗണനകൾ എല്ലാം വളരെ കണക്കുകൂട്ടി മാത്രമേ ഒരു തീരുമാനത്തിലെടുക്കാൻ പറ്റൂ. സമയനിയന്ത്രണം പാലിക്കണം. നമുക്ക് ലഭിക്കുന്ന സമയത്തിന് ഒരു വാല്യുവുണ്ട്, ഒരു മൂല്യമുണ്ട്. നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കുവാൻ പറ്റാത്തതാണ് ഈ സമയം. കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഒരുപാട് സമയമെടുക്കുന്നത് പണനഷ്ടത്തിന് കാരണമാകും. കഴിവുകളെ വളർത്തിയെടുക്കുക. ജോലി സംബന്ധമായിട്ടുള്ള സ്കില്ല് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അതിനെക്കുറിച്ച് കിട്ടാവുന്ന എല്ലാ അറിവുകളും നേടുക. കൂടുതൽ കൂടുതൽ പഠിക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് സോഫ്റ്റ് സ്കിൽ. എല്ലാവരുമായും വളരെ നല്ല ആശയവിനിമയം, വളരെ നല്ലൊരു ടീം വർക്കും ഉണ്ടാക്കിയിരിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ ആ പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് പരിഹാരങ്ങളും ഉണ്ടാക്കണം. ദിവസേന ഉണ്ടാകുന്ന ചെറിയ ചെറിയ പുരോഗതി പോലും വലിയ വലിയ വിജയങ്ങൾ നമുക്ക് നൽകും. പുതിയ കാര്യങ്ങൾ കണ്ടു പഠിക്കുവാനും പഠിച്ച അറിവ് ശരിയായി ഉപയോഗിക്കാനും നമ്മൾ തയ്യാറാകണം. നമ്മുടെ പിഴവുകളിൽ നിന്ന് കൂടുതൽ പഠിക്കണം. ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഉണ്ടാകുന്നത് നമ്മുടെ പിഴവുകളിൽ നിന്നാണ്. നിരാശ, അത് നമ്മളെ നശിപ്പിക്കുന്ന ആന്തരികമായിട്ടുള്ള വിഷമാണ്. ഇതിനെ മറികടക്കാൻ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, ഞാൻ ശക്തനാണ് എന്ന വിശ്വാസം വളർത്തിയെടുത്താൽ മാത്രമേ കഴിയൂ. ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ സ്വയം വിലക്കുറച്ച് കാണരുത് കേട്ടോ. നിങ്ങളെ ആരെങ്കിലും കാര്യമാത്ര പ്രസക്തമായിട്ട് വിമർശിക്കുവാനുള്ള അവസരം നിങ്ങൾ നൽകുക. അത് നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായിരിക്കട്ടെ. അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. എല്ലാത്തരം മാറ്റവും ഉൾക്കൊള്ളുവാൻ തുറന്ന മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് മാത്രം.